ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക, നമ്മളെന്ന ചിന്ത വളർത്തുക, അഹംഭാവത്തെ മറികടക്കുക, സ്നേഹത്തിന് വില കൽപ്പിക്കുക, ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക, അപവാദങ്ങളെ അവഗണിക്കുക. തിരിച്ചറിവിന്റെ കാലം സമാഗതമാകുമ്പോൾ മുഖംമൂടികളെ നാം തീർച്ചയായും തിരിച്ചറിയും. നിങ്ങൾക്ക് ശരിക്കും സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം എങ്ങനെ ക്ഷമിക്കണമെന്ന് പഠിക്കണം. ബാലിശ്യമായ കഴമ്പില്ലാത്ത ചോദ്യങ്ങളെ നിസ്സാരമായി കളിയാക്കി വിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധി സാമർഥ്യത്തെയാണ് തെളിയിക്കുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല. മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. 1000 ബുക്കുകളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും. ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നമുക്കും നമ്മുടെ മനസ്സിനും സന്തോഷങ്ങൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അകന്നു പോകുന്നവരോട് അരുതേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ സൗഹൃദം മടുപ്പായി തോന്നുമ്പോഴാണ് അവർ നമ്മെ വിട്ട് അകലുന്നത്. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ്. ആർക്കും സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് പുഞ്ചിരി. ഏതൊരു കർമ്മവും വാക്കും അത് എത്ര നിസ്സാരമായിരുന്നാലും മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറും. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. നിങ്ങളെ ചതിക്കുന്ന സ്ത്രീ ഉറപ്പായും നിങ്ങളെ കുറ്റപ്പെടുത്താനും അപമാനിക്കാനും തുടങ്ങും. ചെയ്യേണ്ട കാര്യങ്ങൾ അതത് സമയങ്ങൾ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നോർക്കണം. ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക, നമ്മളെന്ന ചിന്ത വളർത്തുക, അഹംഭാവത്തെ മറികടക്കുക, സ്നേഹത്തിന് വില കൽപ്പിക്കുക, ചിരികൊണ്ട് അകലം കുറയ്ക്കുക, അപവാദങ്ങളെ അവഗണിക്കുക. മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. എല്ലാം അതിൻ്റെതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ്. അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല. നാം ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം. ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക. ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക. എന്തു വിചാരിക്കുമെന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും. ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കാം. അവസരം, ആവശ്യകത, കഴിവ്, സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. നഷ്ടമായവ തിരിച്ചു കിട്ടില്ല. തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എയ്തുപോയ അസ്ത്രം പോലെയാണ്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറെ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിട്ടുണ്ടാകും. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. അറിവ് ഒരു കൃഷിയിടമാണ്. നിങ്ങൾ നിലമൊരുക്കി വിത്ത് വിതച്ചില്ലെങ്കിൽ വിളവെടുക്കാൻ സാധിക്കില്ല. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. പെരുമഴയത്ത് കുട പിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ കുടക്കീഴിലേക്ക് ഓടിവരും ചിലരൊക്കെ. അത് നമ്മളെ കണ്ടല്ല, കുട മോഹിച്ചവരാണ്. മഴ തീർന്നാൽ അവരങ്ങ് പോകും. അത് മനസ്സിലാക്കിയാൽ ജീവിതം എളുപ്പമാണ്. സ്നേഹിക്കുന്നവരെ എല്ലാം നമ്മളെ അതുപോലെ തിരിച്ചു സ്നേഹിക്കും എന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നത്. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്.
മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും. ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ്, മറ്റാരെയുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് നിങ്ങളെ തിരിച്ചും ഇഷ്ടമുണ്ടോ എന്നറിയാൻ അവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചാൽ മതി. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. പല പ്രശ്നങ്ങളെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ്. പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം. ജീവിതത്തിലൂടെ പഠിക്കാനാകൂ. അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണയിക്കുന്നത്. വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷെ വേണമെന്ന് തോന്നണം. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം. എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിന് വിലയായി നൽകേണ്ടതില്ല. നിങ്ങൾ ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളുടെ മാനസികാരോഗ്യത്തെക്കാൾ മൂല്യമേറിയ ഒരു വസ്തുവും ഈ ലോകത്തില്ല. അതുപോലെ തന്നെ മനസമാധാനം നശിപ്പിക്കുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് വിലപ്പെട്ടതല്ല. സത്യത്തെ തിരിച്ചറിഞ്ഞ രണ്ടുപേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണമൊന്നുമില്ല. അവരവിടെ നിശബ്ദരായിരിക്കും. ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമം ഇതാ: കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല. ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ്. ഏതൊരു സൗഹൃദത്തിനും ബന്ധത്തിനും നിങ്ങൾ കൊടുക്കുന്ന സമയവും മൂല്യവും അവർ നിങ്ങൾക്കും തിരികെ നൽകുന്നില്ല എങ്കിൽ പിന്നെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത്. മനുഷ്യൻ രണ്ടു കാര്യങ്ങളിൽ നിസ്സഹായനാകുന്നു. ഒന്ന്, ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. തുറന്ന പുസ്തകം പോലെ ആരുടെയും മുന്നിലും പെരുമാറരുത്. കാരണം അവർ പ്രതീക്ഷിച്ച ഉള്ളടക്കം ഇല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ നിങ്ങളെ മാറ്റി നിർത്തും. തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഏറ്റവും സത്യസന്ധരായിരിക്കും. മറ്റൊരാളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അയാളുടെ വില കുറയ്ക്കുമ്പോൾ ഒന്നോർക്കുക: വരും ദിവസങ്ങളിൽ ആ കുറവുകൾ ആർക്കും വന്നേക്കാം. കാരണം എല്ലാവരും മനുഷ്യരാണ്. മനസ്സിൽ കള്ളമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടാതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക. ഉള്ളിലുള്ള വികാരങ്ങൾ മറച്ചുവെച്ച് മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നതിലും ഭേദം ഓരോരുത്തരും അവരവരായി തന്നെ ജീവിക്കുന്നതാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാകുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും. നിങ്ങളുടെ പ്രവൃത്തികൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ കാര്യങ്ങൾക്ക് സമയമെടുക്കും. ക്ഷമയോടെ ഇരിക്കുക. നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നിലാണെന്നതുപോലെ പ്രവർത്തിക്കുക. നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും. ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിന് മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെ കുറച്ചു കൂടുതൽ ചിന്തിക്കുക. സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണു തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ അനുവദിക്കരുത്. അത് നിങ്ങളെ കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും. നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. പ്രതികൂലമായ ഏതവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാവും.
തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാകും. 1000 പുസ്തകങ്ങളിൽ നിന്നും 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാകില്ല അവയൊന്നും. ഇന്നലകളുടെ നഷ്ടങ്ങളിൽ പരിതപിച്ചും നാളുകളുടെ പ്രതീക്ഷകളിൽ ഉത്കണ്ഠാകുലരായും ഇന്നിന്റെ മാധുര്യം നുകരുവാൻ കഴിയാത്ത അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത്. ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാത്ത മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുവാനും കടന്നു പോകുവാനുമുള്ള അനുവാദം കൊടുക്കുക. ചതിക്കുന്ന സ്ത്രീകളെ 2 കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും. 1, നിങ്ങൾ പറയുന്നതൊന്നും മുഖവിലേക്ക് എടുക്കില്ല. 2, രഹസ്യ സ്വഭാവം സൂക്ഷിക്കും. വിശ്വസ്തത എന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ്. സമൂഹത്തോടും സാഹചര്യത്തോടും സത്യസന്ധത പുലർത്തുമ്പോൾ നാം വിശ്വസ്തരായി മാറും. ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിക്കാം. പക്ഷെ അവസാന തീരുമാനം നമ്മുടേതായിരിക്കണം. നിരുത്സാഹപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ കാതുകളിലേക്ക് ഓടിയെത്തിയേക്കാം. എങ്കിലും തോറ്റുകൊടുക്കരുത്. ഈ ജീവിതയാത്ര തുടരാനുള്ളതാണ്, ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല. ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടും. ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ തനിച്ചു നിൽക്കാൻ വളരെയധികം കരുത്ത് ആവശ്യമാണ്. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിലാണ് പലരും പരാജയപ്പെടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കാത്തൊരു ജീവിതം കൈകാര്യം ചെയ്യാൻ ധാരാളം സമയം ചിലവഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമിക്കണം. പക്ഷെ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ മറക്കുന്നത് വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. പലപ്പോഴും തിരിച്ചറിവുകൾക്ക് മേലുള്ള ചില തീരുമാനങ്ങളാണ് ജീവിതത്തിന്റെ താളം മുഴുവനായി തെറ്റിച്ച് കളയുന്നതും. ആ തെറ്റിന്റെ അച്ചുതണ്ടിൽ കിടന്നാണ് ഈ ലോകം തന്നെ കറങ്ങുന്നത്. ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല. കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. അത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ അമിതമായി ആരെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി നിങ്ങളുടെ മൗനമാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചയാൾ ആവണമെന്നില്ല. മറിച്ച് നമ്മൾ കുറച്ചു നേരം മാത്രമേ സഹകരിച്ചുള്ളൂ എങ്കിലും അത് ഏറ്റവും ആനന്ദകരമാക്കുന്ന വ്യക്തിയാണ്. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. ചില ബന്ധങ്ങൾ മെഴുകുതിരി വെട്ടം പോലെയാണ്. ആദ്യം അത് ഉരുകി നമ്മളിൽ പ്രകാശം നിറയ്ക്കുന്നു. ഒരു നാൾ അത് മുഴുവനായും അസ്തമിക്കും. പിന്നെ ഉരുകുന്നത് മുഴുവൻ നമ്മളായിരിക്കും. എത്ര തന്നെ പ്രതികൂലമായ സാഹചര്യത്തെയും അനുകൂലമാക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും. ഏതൊരു വ്യക്തിയുടെയും വിജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്നത് അവയോടുള്ള നമ്മുടെ സമീപനമാണ്. സ്വന്തമെന്ന തോന്നൽ കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പലതും മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ശല്യമായിരിക്കാം. പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തെക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ്.
വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല, സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. ആളുകൾ നിങ്ങളുടെ ഭൂതകാലം ചികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണെന്ന് മനസ്സിലാക്കാം. മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കുവാനുള്ള ഒരു പാഠം ലഭിക്കും. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് തൊടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട് എന്നാണ്. ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടാൻ ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്, തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, സ്വഭാവം എന്നിവ വിലയിരുത്തുക. യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറുന്നതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. രക്തബന്ധമല്ല, വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം. വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതരും നമുക്ക് വേണ്ടപ്പെട്ടവരാകും. വിശ്വാസമില്ലെങ്കിൽ സ്വന്തങ്ങൾ പോലും അന്യരാകും. സ്വയം തോറ്റു തരുന്നവർക്ക് കലഹങ്ങളിലെ ജയത്തേക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. എത്ര അമർഷത്തോടെ നമ്മൾ ഇടപഴകുമ്പോഴും ക്ഷമിക്കണം എന്ന വാക്കുമായി എതിരേൽക്കുന്നവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും? ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും. നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു പ്രയോജനവുമില്ല. തെറ്റായ പാതയിലൂടെ ആളുകൾക്കൊപ്പം നടക്കുന്നതിനേക്കാൾ നല്ലത് ശരിയായ പാതയിലൂടെ തനിച്ചു നടക്കുന്നതാണ്. സ്നേഹം ഒരു അനുഭവമാണ്. അത് അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ്. ചില വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞയാൾ മറന്നു പോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളം അവ ഓർമ്മയിൽ സൂക്ഷിക്കും. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. തുഴയാനുള്ള പേടി മാറ്റാതെ തോണി മാത്രം മാറ്റിയിട്ട് യാതൊരു കാര്യവുമില്ല. കാത്തിരുന്ന് ലഭിക്കേണ്ടതല്ല അവസരങ്ങൾ, അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക. സ്വയം പഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കും. ആത്മവിശ്വാസമാണ് പ്രധാനം. സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക. തന്നിൽ വിശ്വസിക്കുക. തന്നെ സ്നേഹിക്കുക.